ഞാൻ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേര് എൻ്റെ ആ ഫ്രണ്ട് പോലും അറിയാതെ എൻ്റെ ടീച്ചർ അസംബ്ലി ലീഡ് ചെയ്യാൻ ആ കുട്ടിയുടെ പേര് കൊടുത്തു. അപ്പോൾ അസംബ്ലിയുടെ ദിവസം ആവുന്ന മുന്നേ ഒരു 3-4 ദിവസം മുന്നേ ഒരു മോക്ക് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് റൺ പോലെ ചെയ്യും, എങ്ങനെ എന്തൊക്കെ പറയണം എപ്പോഴൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോയി. ആ ഓഡിറ്റോറിയത്തിൽ ഒരു 19 പിള്ളേരേ ഉള്ളൂ. ഈ പുള്ളിക്കാരൻ ആ സ്റ്റേജിൽ കയറിയതും പുള്ളി പെട്ടെന്ന് ബ്ലാങ്കായി അങ്ങ് ഫെയിൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ വേറൊരു ഇൻസ്റ്റൻസ്, ഞാൻ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് തമ്മിൽ പ്ലാൻ ചെയ്ത് ഞങ്ങളൊരു കോൺസേർട്ടിന് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ എനിക്ക് എന്നാൽ അത്ര വലിയൊരു അടുപ്പൊന്നും ഇല്ലാത്തൊരു ചെക്കനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഈ പ്ലാൻ ഇട്ട സമയം മുതലേ ഭയങ്കര നെഗറ്റീവാണ്. വേണ്ട, അതിനൊന്നും പോകണ്ട, ഭയങ്കര തിരക്കായിരിക്കും, ആൾക്കാർ മുട്ടിയിട്ട് നടക്കാൻ പറ്റില്ല, ശ്വാസം മുട്ടുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾ വകവെക്കാതെ അവനും തൂക്കിയിട്ട് ഞങ്ങൾ ആ ഒരു കോൺസേർട്ടിന് അങ്ങ് പോയി. എന്നിട്ട് തുടങ്ങുന്ന ആ ഒരു സമയം, ഞങ്ങൾ ആ വെന്യൂവിലേക്ക് എത്തുന്ന ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇവൻ കുറേ സിംറ്റംസ് കാണിച്ചു തുടങ്ങി. ഇവൻ വല്ലാതെ വേർക്കുന്നു, വല്ലാതെ ഷിവർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇവന് ടെമ്പറേച്ചർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആവുന്നു, അജിറ്റേറ്റഡ് ആവുന്നു. അവനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്ലോ ഡൗൺ ആവുന്നവർ തോന്നുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ വകവെച്ചില്ല. ഞങ്ങൾ ആ ഒരു വെന്യൂവിലെത്തി. ഞങ്ങൾ ചെറിയ ഡാൻസ് മൂഡിലേക്കൊക്കെ കാര്യങ്ങളായപ്പോഴേക്കും ഇവൻ പെട്ടെന്ന് അങ്ങ് ഫ്രോസനായി ഇവൻ ഫെയിൻറ്റ് ചെയ്തു. അപ്പോൾ ഇതിനെ നമ്മൾ സൈക്കോളജിയിൽ വിളിക്കുന്നതാണ് ആഗ്രോഫോബിയ. അപ്പോൾ ഈ ആഗ്രോഫോബിയ എന്ന് പറയുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു സോഷ്യൽ സിറ്റുവേഷനിലേക്ക് ഒരാൾക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഫിയർ ആയിരിക്കും. ആഗ്രോഫോബിയ ഉള്ള ആൾക്കാർ അവരെ അറ്റ് എനി കോസ്റ്റ് അവർ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർ അവോയ്ഡ് ചെയ്യാൻ നോക്കും. ഈ ആഗ്രോഫോബിയയുടെ ഏറ്റവും വലിയൊരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത് മോസ്റ്റ് പ്രോബബ്ലി പാനിക് അറ്റാക്കിലേക്കായിരിക്കും. ഈ ആഗ്രോഫോബിയ എന്ന് പറയുന്ന സംഭവം ക്രൗഡഡ് പ്ലേസ് മാത്രമായിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഒരു കൺഫൈൻഡ് സ്പേസിലാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും വേണ്ട ഒരു ഷോപ്പിംഗ് മാളിൽ പോകുന്നതാവാം, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് പോകുന്നതാവാം, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട ചിലപ്പോൾ ഒരു പാർക്കിംഗ് ലോട്ടിലേക്ക് പോയിട്ട് ഇനി അവിടുന്ന് എനിക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു തോട്ട് മതി അവർക്ക് ഇങ്ങനത്തെ ഒരു പാനിക് അറ്റാക്കിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ മേജർ കോസൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാഡ് എക്സ്പീരിയൻസസ് ഇൻ ചൈൽഡ്ഹുഡ് ആവാം, ജെനറ്റിക്കൽ വെർണബിലിറ്റി ആവാം,